ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു കാട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടിരിക്കുന്നത്. കുന്ന് കയറി എനിക്ക് വർത്തമാനം പറയാൻ പോലും വയ്യ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ്. ഇത് കണ്ടോ, കുന്നാണ്. വലിയൊരു കുന്നിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ ഇത് തമിഴ്നാട് പോലെയൊക്കെ ഉണ്ട്, കർണാടക പോലെ തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. എൻ്റെ മുകളിൽ കയറിയാൽ അറിയാം എന്ത് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ പാറക്കല്ലുകളാണുള്ളത്. വീണ് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഒന്ന് കയറാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഇത് ഞാൻ പകുതി കയറി എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. മറന്നുപോയി, ശ്വാസം കിട്ടുന്നില്ല ഇപ്പോൾ. ഇതാ മഹാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. മഹാൻ വടി പോലെ ഇപ്പോണ്ട്. ഞാൻ എങ്ങനെ അതിൻ്റെ മുകളിൽ എത്തുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, വാ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കയറിപ്പോവാം. എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ഒരാൾ. ഞാൻ കയറുകയാണ് ഗൈസ്. എങ്ങനെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന് വലിയ കാടാണല്ലോ. നോക്കിയിട്ട് ഒരു വടി എടുക്കണമായിരുന്നു അല്ലേ. എങ്ങനെ ഞാൻ കയറും? പാമ്പുണ്ടാവൂടാ? പാമ്പൊന്നുമില്ല. ഒരു വടി എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ധൈര്യശാലി കേട്ടോ. ഒരു വടി എടുത്തിട്ടുണ്ട്. ഭയങ്കര മുള്ളും പൊട്ടാവടി നട്ടു. ഓടിയാവുന്നതിന് പക്ഷെ നമ്മൾ തോൽക്കില്ല. കയറുക ഒടിഞ്ഞു പോവോ? കളിയൊക്കെ കിട്ടുന്നില്ലല്ലോ. അതിലെ കയറാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ പടി കിട്ടിയിട്ടാണ്. മുളേരി കേട്ടോ. ഏത് മുളേരിയതാ കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് മുളേരി ഉണ്ടാവും. മുള വിരിഞ്ഞിട്ടില്ലേ മുളേരിയാണത്. ഇത് സീസണാണോ ഇത്? ഇത് കഞ്ഞിയൊക്കെ ഇല്ലേ? ഇവിടെ വല്ല കാട്ടുജീവി ഉണ്ടാവുക? സിംഹം, ആട്, പുലി. നമ്മളിങ്ങോട്ട് വലിയ സീസണല്ലേ. മനുഷ്യനത്ര ഇങ്ങനെയുള്ളൊക്കെ സാധനം ഭൂമിയിൽ വേറെ ഇല്ല. എല്ലാം എൻ്റെ ഒരു ഇത്. ഇറങ്ങുന്ന ആളായിരിക്കുമല്ലോ നമുക്ക് ആഴൊക്കെ. എന്തൊക്കെ മരം മുറിച്ചിട്ടുണ്ടല്ലോ. ഒന്നും നമ്മൾ കയറിയിരിക്കുന്നു. അത് മോള് കറണ്ടേ കാണാൻ പറ്റൂലേ? കയറി നോക്കണ മുള്ളുണ്ട്. അപ്പം അതൊക്കെ അതെന്തായാലും പേടിയില്ല. എനിക്ക് പാമ്പിന് ഭയങ്കര പേടി. അപ്പം ഒന്ന് കണ്ടിട്ട് നോക്കിയിട്ട് എനിക്ക് കഴിയില്ലേ. എന്താ കൈസ് ഉണ്ടോ? അതാ മുളരി ഉണ്ടോ? മുള ഉണ്ടോ? ഇത് അടിപൊളി സൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈസി ആയി തോന്നും, പക്ഷെ നല്ല രസമാണ്. ഇപ്പോൾ ഈ കുന്നൊക്കെ ഈ മരമൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങ് കാണില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ അത് ഏടാ ഹോസ്പിറ്റലിലെ ബേക്കൽ കോട്ട അല്ലേ? അങ്ങോട്ടല്ലേ? ബേക്കൽ കോട്ടയല്ല, അതിൻ്റെ കടലല്ലേ? അതെല്ലാം അതിപ്പോൾ കാണാൻ പറ്റില്ല. നൈറ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് അതിൻ്റെ അവിടുത്തെ കപ്പൽ പോകുന്ന വെട്ടമൊക്കെ കാണാം. അതിൻ്റെ മുകളിൽ നിന്നാൽ നമ്മൾ അന്നൊന്നിപ്പോൾ കണ്ടില്ലായിരുന്നോ? ഇവിടുന്ന് അവിടെ നമ്മൾ എത്ര ദൂരം ഉണ്ടാവും? എത്ര കിലോമീറ്റർ ഉണ്ടാവും? കിലോമീറ്റർ 40 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും ദൂരം. അന്നേരം നമ്മൾ ഈ കുന്നിൻ്റെ അവസ്ഥ ചോദിച്ചേക്കല്ലേ. എൻ്റെ മോള് കറക്റ്റാ. പേടിയാവുന്നു എനിക്ക്. ഏതാണ്ടൊക്കെ കരയുന്നു. വെള്ളം ഉണ്ടോ ഹോസ്പിറ്റലിൽ? ഇല്ല. അവളെന്ത് വരാൻ പിന്നെ പാമ്പിനെ എനിക്ക് പേടി. ഉത്തരമാത്രം കയറി മോള് മോള് കയറിയിട്ട് എന്നെ കൈ പിടിക്കും. ഗേസ് ഞാൻ തോറ്റിരിക്കുന്നു ഗേസ്. ഞാൻ ആദ്യം കയറാമെന്ന് ചോദിച്ചാൽ മതി കുന്നിൻ്റെ മുകളിൽ. പക്ഷേ കിഴവനെ ഞാൻ പഴുതും
കയറി എൻ്റെ കൈ പിടിക്കുമ്പോൾ മനുഷ്യ ഞാൻ എങ്ങനെ കയറും? കയറുന്ന പോട്ടെ, ഇറങ്ങുന്ന എങ്ങനെയായിരിക്കും? അതുകൊണ്ട് മുകളിൽ നിന്നിട്ടാണ് പിടിക്കുന്നത്. വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ടാ. വീഡിയോ പിടിച്ചിട്ട് എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് മുന്നോട്ട് പോ. വഴിന്ന് നോക്കണേ. മതിയെന്ന് തോന്നാലോ. എത്ര പേരെ പറയാം? മതി നോക്കിട്ട് അങ്ങോട്ട് അല്ല, ഞാൻ ഇത്ര താഴത്തിന് കയറി ഇവിടെ എത്തും. എങ്ങനെ ഞാൻ മഴ കയറും? ഇവിടെ ഉറുമ്പാണെങ്കിൽ എന്നെ കൊല്ലം കൂടി നിൽക്കുന്നത്. എനിക്ക് ഇവരൊക്കെ കയറുമ്പോൾ കയറാൻ പറ്റുമോ? പട്ടാളത്തിലങ്ങനെ പോയാൽ മതിയേക്കല്ലേ? വീണ് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ഒരാൾ കയറുന്ന വീഡിയോ പിടിക്കും. നല്ല ക്യാമറമാനെ വളർന്നു. ക്യാമറമാൻ ചെയ്യില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് ഉടുപ്പെല്ലാം പൊക്കി വെച്ചിട്ടുണ്ടേ. എന്താണ് കാണുന്നതെന്ന് പോലും എനിക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു മല കയറുന്നത്. അന്ന് ഞങ്ങൾ കയറിയായിരുന്നു. അപ്പോൾ ഇത്ര പ്രശ്നം തോന്നിയിട്ടില്ല. കുറേ ആൾക്കാരുണ്ടായത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അതിന് മുകളിലേക്കൊന്നും പോകണ്ട, എനിക്ക് വയ്യ. മതി. എന്തെങ്കിലും ഉണ്ടാവും പോകുന്നത് പേടിയാണ്. ഒരു മനുഷ്യനങ്ങ് ചാടി പോയി. ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാം. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ കയറി. ഒരു വടിയോ ഒരു സാധനം കൂടി കയ്യിലില്ല കേട്ടോ. ഓക്കെ, അത് വിശാലമായ ശബ്ദത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, അതിന് കേൾക്കുന്നുണ്ടോ? ഓടിപ്പിടി. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ മുകളിൽ. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഞങ്ങൾക്ക് കയറും. കാലിലൊക്കെ ഓട്ടുന്നു. വെള്ളം കൂടി കയറുവേ. ആ കുതിൻ്റെ മുകളിൽ ഞാൻ കയറുന്നില്ല, കഴിയില്ല. അങ്ങനെ ഇതാ ഇവിടെ ചെറിയ ഇതിൻ്റെ മുകളിലൊരു കുന്നുണ്ട്. എനിക്ക് വയ്യ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി. ഇത് നമ്മളേരി ഇതാ ഉണങ്ങിയതല്ലേ, ഉണങ്ങിപ്പോയി ഗൈസ്. അയ്യോ ബോസൂട്ടി ഇപ്പോൾ താഴെ കടന്നല്ല കേട്ടോ. ആടുന്നൊരു ബൾക്കിൽ വഴുകിന്. ആടുന്നൊരു ബൾക്കിൽ വഴുകിന്. ഒന്നല്ല കേട്ടോ ഗൈസ്, എനിക്ക് വയ്യ, മരിച്ചു പോയി ഞാൻ. ഇല്ല, ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കയറുന്നില്ല. അയ്യോ കയറിക്കോ കണ്ടാ. ഇത്ര കയറിയിട്ട് മൂപ്പറങ്ങ് എത്തി കണ്ടാ. എനിക്ക് വയ്യ ഇനി അതിൻ്റെ മുകളിൽ കയറാൻ വയ്യ ഓസടി. അയ്യോ എൻ്റെ ബെറിൽ എൻ്റെ കാലുണ്ട് ഗൈസ്. കാലിലത് കോച്ചി പിടിക്കുന്നത്. ഞാനിങ്ങനെ ഏടി പോകുന്നില്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിനെന്നാ പറയാ ഓസടീന? കല്ലുവാഴതാ. ഇത് പാറയുടെ മുകളിലായില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാം, എൻ്റെ കാല് കോച്ച് പിടിച്ച് പോയാലല്ലേ എനിക്ക് കയറാൻ പറ്റൂ. ഇതിന് നല്ല ഇതിൻ്റെ ഈ സാധനം എന്തിനാ ഉപയോഗിക്കുന്ന ഓസട്ടി? ഇതിൻ്റെ ഇതുകൊണ്ടാ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നല്ല കേട്ടാ. എത്രയോ ഉയരത്തിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിവിടെ രാജപുരമാണ് കേട്ടോ. മുണ്ടമണി കുന്ന്. മുണ്ടമണിയിലാണ് ഈ സ്ഥലം. ഞാനിപ്പോൾ കാല് വഴുതിയിട്ട് ആ കരിങ്കല്ലിന് ഇടിക്കേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ ആദ്യം വെച്ച് തമിഴ്നാട്ടിലെത്തിയോ അല്ല കർണാടകയിലെത്തിയോന്ന്. എന്തായാലും ഇവിടെ കർണാടകയിലെത്താൻ സാധ്യത. പക്ഷെ കർണാടകയിലൊന്നും എത്തിയിട്ടില്ല. ഒന്ന് പിടിച്ച് വിൽക്കണ്ടേ, ആ പൊട്ടി താഴെ കിടക്കും. അതുകൊണ്ടോ കമ്പി വള്ളിയൊക്കെ, കമ്പിയല്ല കാട്ടുവള്ളി. എന്തായാലും മഹാനുഭാവല്. ഇങ്ങോട്ട് വാ
അവിടെയൊക്കെ കയറുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് വയ്യ അതിൻ്റെ മുകളിൽ കയറാൻ. അതുകൊണ്ട് മരം കയറുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ട് സന്തോഷിക്കും. അതുകൊണ്ടോ നമ്മൾ വന്ന വഴി നോക്കി എത്ര താഴെ ഇറങ്ങണം എന്നറിയോ. ഇതിൻ്റെ മുകളിൽ താഴോട്ട് പോകണം. മഴ വരുമെന്ന് തോന്നുന്നു കേട്ടാ. ഇതിൻ്റെ അപ്പുറം കിടന്നു കഴിഞ്ഞാൽ കർണാടക ആയില്ലേ ഹോസട്ടി? ഫുള്ള് കാടാണ് കേട്ടോ. അങ്ങനെ വിചാരിക്കുന്ന പോലെ ഒന്നും ഇത് കാണുമ്പോൾ ഈസി ആയിരിക്കും. നമ്മൾ മൊബൈലിൽ നമ്മൾക്ക് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ തന്നെ എടുക്കുന്നത്. ഇല്ല, ഞാൻ കയറുന്നില്ല. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ കയറിയിട്ട്. ഒന്നാമത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് കഴിഞ്ഞല്ലോ ഹോസട്ടി. ഇല്ല, നിനക്ക് കയറാൻ പറ്റില്ല ഹോസട്ടി. ഞാൻ വീഴും. വേണ്ട, ഞാൻ കയറുന്നില്ല. എനിക്ക് പേടിയാണ്. പേടിയാണ്. ഈ മനുഷ്യൻ എന്നെ കയറ്റുകൊണ്ട് ആകാശം മുട്ടും തോന്നും ഇപ്പോൾ. കണ്ടോ ഗൈസ്, ആകാശം മുട്ടി നിൽക്കുക. വേണ്ട ഹോസട്ടി, ഞാൻ പോന്നു. വാ. ഇല്ല, വേണ്ട വേണ്ട, എനിക്ക് പറ്റൂലെന്ന്. കാല് പഴുതെന്ന് ചോദിച്ചാൽ എവിടാ? ഇന്ന് ഇറങ്ങാൻ ഭയങ്കര പണിയായിരിക്കും. ഇതാ കണ്ടോ, ഈ കുന്നിൻ്റെ മുകളിൽ വെള്ളം കണ്ട? നല്ല വെള്ളം അല്ലേ? പാറയുടെ ഉള്ളിലാണ് വെള്ളം കാണുന്നത്. കാണുന്നുണ്ടോ എന്തോ? ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, അടിപൊളി സൈറ്റല്ലേ? ഈ സൈഡിൽ കാണുന്നതാണ് നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇപ്പം നമുക്ക് അവിടുത്തെ കടലൊന്നും കാണാൻ പറ്റില്ല. അത് രാത്രിയാകുമ്പം കപ്പലിൽ പോകുമ്പോൾ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് ശരിക്കും കാണാം. ഇഷ്ടംപോലെ മുളയരി ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര മുളയുണ്ട് കേട്ടോ. ഇതിന് മുകളോട്ട് കയറിപ്പോവാ. ഞാൻ പോകുന്നില്ല, എനിക്ക് തലകറങ്ങും പോലെ വന്നു. കുറേ പൂവൊക്കെ ഉണ്ട് ഇവിടെ. വലിയ പാറക്കെട്ടാട്ടോ ഇത്, പാറക്കെട്ട്. ഇതാ കണ്ട, അടിപൊളി. ഓണത്തിന് ഇവിടെയൊക്കെ വന്നാൽ മതി പൂ പറിക്കുക. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിൽ നല്ല രസമാണ് അതിൻ്റെ മുകളിൽ. ഇതൊക്കെ അന്ന് വെട്ടി തെളിച്ചിട്ടുണ്ടായതാ കാടൊക്കെ. ഇപ്പോൾ രണ്ടാമതും പൂത്ത് തളർത്ത് മഴ പെയ്തില്ലേ. എന്താ കണ്ട, ഫുള്ള് ഫോറസ്റ്റ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടാൻ കുറച്ച് പണിയാണ്. ഓടാൻ നല്ല കടിച്ചു കയറും, അത്രയേ ഉള്ളൂ. എവിടെ പോകുന്ന? അവിടെ നിൽക്കേ, അത് തന്നെ ഇട്ടിട്ട് പോകുന്നതോ. അങ്ങനെയാണ് നമ്മളെ സംഭവം. അയ്യോ, എങ്ങനെയുണ്ട് ഞങ്ങളെ സ്ഥലമൊക്കെ? ഓ, എന്നെ കൂട്ടാതെ പോലാ. ഓയ്, അത് രക്ഷപ്പെടാൻ നോക്കുന്നു. കണ്ടാ, കൂട്ടിന് വന്ന ആൾ ഓടി രക്ഷപ്പെടുന്നത്. അവിടെ നിന്ന് ഉരുണ്ട് വീഴും. അപ്പം ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? രസമില്ലേ ഇവിടെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കെല്ലാം അടിപൊളിയല്ലേ ഞങ്ങളെ സ്ഥലങ്ങൾ? ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. വീടിന് തൊട്ട് അടുത്തതാണ്. ഇങ്ങോട്ടൊന്നും ഞങ്ങളൊന്നും വരാറില്ല. നമുക്ക് ഇത് കാണുമ്പോൾ ഒരു രസം തോന്നുന്നില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും. വിചാരിക്കുമ്പോഴെന്നല്ല, ഭയങ്കര ഉയരത്തിൻ്റെ മുകളിലായില്ല. ഒരു ഇടിയങ്ങാണം വന്നാൽ മിക്കവാറും തലയിൽ തന്നെ വീഴും. ആ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഹേ മഹാനു, അത് പറിക്കണ്ട, നടന്ന് ഉരുണ്ട് താഴെ കിടക്കണ്ട. ഈ കാണുന്ന മുളയാട്ടാ, മുളയരിയാണ് അതെല്ലാം. ഞാൻ മുളയരി ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാ. ഇത് കഞ്ഞി വെക്കും, പായസം വെക്കുമല്ലോ ഒത്തിരി. ഇതിപ്പോൾ ചെയ്യാൻ പറ്റും? നല്ലോണം ഉണങ്ങിയില്ലേ? നമുക്ക് ഒച്ചയില്ല, ഒന്നും മിണ്ടൂല്ല കേട്ടോ. താഴോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാണ്. നല്ല വെള്ളമല്ലേ ഇത്? നല്ല ചൂട് വെള്ളം. ഞങ്ങൾ ഓണത്തിന് പറിച്ചിട്ട് പൂവിടുന്നു.
പിന്നെ ഗെയ്സ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഗെയ്സ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഇവിടെ വീടൊക്കെ ഉണ്ടോ? എന്താ താഴെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ എത്ര ഉയരത്തിൽ, ഇതും ഉയരത്തിൽ തന്നെയാണുള്ളത്. ഈ സ്ഥലവും ഉയരത്തിലാണുള്ളത്. അവിടെ ചക്ക പിടിച്ചിരിക്കുന്നുണ്ടോ? ചക്ക ഉണ്ടോ പിടിച്ചിരിക്കുന്നത്? ഇപ്പോഴും നമ്മൾ ഉയരത്തിൽ തന്നെ ഇല്ല. അതിന് മുകളിൽ നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ അടിവാരമാണ്. ഇതിൻ്റെ അടിവാരം. പക്ഷെ ഇവിടെയും ഇവിടെ ഒരു വീടുണ്ട്. പക്ഷെ വേനൽക്കാലത്ത് നല്ല സുഖമാണ്. പക്ഷെ മഴക്കാലം ആകുമ്പോൾ ഒരു പേടിയാണ്. ആ രാവിലെ വന്ന്. നിങ്ങൾ ടൂറിന് പോയി പറഞ്ഞ നിങ്ങളല്ല പോയേ? ആ അതന്നെ, നിങ്ങൾ ടൂറിന് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച് ഇടില്ലായിരിക്കും. ഇതാ എങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട്. വെറുതെ ഒരു രസം. നാളെ ആ